ഇപ്പൊ ഈ റീലില് വന്ന ഒരു കമന്റ് ആണ്, മകളെ വളർത്തുന്നതിനിടയിൽ സ്വന്തമായി വളരാൻ മറന്നുപോയ രണ്ടുപേരും. അന്നത്തെ എപ്പിസോഡൊക്കെ എടുത്തിരുന്ന് കാണാറുണ്ട് ഇപ്പൊ? ഇല്ല, സത്യം പറഞ്ഞാ ഇല്ല. ഇല്ല എന്ന് പറയാൻ ഞാൻ പറയും സത്യം, ഇന്നാണെങ്കിൽ ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല. സത്യത്തിൽ മഞ്ജു ഞാൻ തമ്മിൽ ഒരു വിരോധവും ഇല്ല. എപ്പോഴെങ്കിലും വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടല്ലോ. മഞ്ജുവിന്റെ ഫസ്റ്റ് സിനിമ മുന്തിരിവള്ളികൾ തളർത്തപ്പോൾ ആ സിനിമയിൽ മഞ്ജു ചെയ്ത ക്യാരക്ടറിനെ ഞാൻ വിളിച്ചിരുന്നു. നന്നായിട്ടുണ്ട്. അന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഈ ശരിക്കും ആരാണ് ഇങ്ങനെ പുരുഷന്മാരെ ആക്കി തീർത്തത്? സ്ത്രീകൾ തന്നെയാണ്. ഇവർക്ക് കാരണം പുരുഷന്മാര് പൊതുവെ മടിയന്മാരായി തീരുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ് അവരെ മടിയന്മാരായി. ഞങ്ങൾ ശരിക്ക് കറക്റ്റ് ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് 51ാമത്തെ ദിവസം ഞങ്ങൾ കറക്റ്റ് ആ ശാരദാപീഠം എന്നുള്ള ലക്ഷ്യത്തിലാണ് പോയത്. നമ്മുടെ ഭയങ്കര ഞങ്ങൾ അവിടെ ഷീറ്റ് വിരിച്ച് ഞങ്ങൾ ഇതുപോലെ എല്ലാ മാനം കണ്ടുകൊണ്ട് നമ്മൾ കിടന്നു. നേരത്തെ ഇങ്ങനെയായിരുന്നോ? അതായത് പ്രവീൺ ചേട്ടനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒക്കെ ഇങ്ങനെ അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അല്ല, നേരത്തെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു തരത്തിലും വന്ന് ബന്ധം വരാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ വന്ന് ചേർന്നത്. അപ്പോൾ പണ്ടൊക്കെ അമ്പലത്തിൽ ഈ പറഞ്ഞ നമ്മൾ പോവും, നമ്മളെ സ്കൂളിൻ്റെ ഒക്കെ അടുത്തൊക്കെയാണ് അമ്പലം. അപ്പം നമ്മൾ പോവും, ഉത്സവമൊക്കെ എന്നും പോകുന്ന ഇതൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വലി നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഞാൻ ഇപ്പോഴും പറയും, പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തമാശ പോലെ ഇങ്ങനെ പറയും, ഞാൻ സന്യസിക്കാൻ പോകും, ഞാൻ അവിടെ പോകും. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, ഈശ്വരമായി നമ്മൾ കളഞ്ഞിട്ട് പോവോ? അപ്പം അപ്പോൾ ഇതെന്താണ്? പക്ഷേ നമ്മൾ ഈ ഇതിലേക്ക് ഇങ്ങനെ പയ്യെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഫീല് എന്താണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പോൾ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രത്യേക ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെ ആസ്വദിക്കാൻ തുടങ്ങി. ഇപ്പൊ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിലേക്ക് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോകാനായിട്ടിരിക്കുകയാണ്. അല്ല, ഈ സ്പിരിച്വൽ ഈ പലരുടെയും തെറ്റിദ്ധാരണ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തെ ഉപേക്ഷിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നത്. അതിന് കുറെ വ്യത്യാസങ്ങൾ. നമ്മളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പിരിച്വാലിറ്റിയെ നിർവചിക്കുന്ന എപ്പോഴും നമ്മളെ മതത്തിന്റെ ബേസ് ചെയ്തിട്ടാണ്. മതവും സ്പിരിച്വാലിറ്റിയും രണ്ടാണ്. സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് മതം. പക്ഷെ മതം ഒരിക്കലും സ്പിരിച്വാലിറ്റി മതത്തിന്റെ ഭാഗമല്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആശയങ്ങളെ മറ്റൊരാൾ എതിർക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദൈവവിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയോട് എനിക്ക് വിരോധമില്ല. അയാളുടെ കാഴ്ചപ്പാടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് മതേതരത്വത്തിന് അപ്പുറത്ത് നിന്നിട്ടും നമുക്ക് സ്പിരിച്വാലിറ്റി അനുഭവിക്കാം. കാരണം ഈ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പലരും വിചാരിക്കുന്നത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ ചിന്തിക്കും. എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ മറ്റു മനുഷ്യരോട് കരുണയോടുകൂടി ഇടപഴകുന്നുണ്ടോ എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഇപ്പോൾ അതിനൊരു ഓഷോ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ഈശ്വരവിശ്വാസമുള്ളൊരു വ്യക്തി, ഒരുപാട് നല്ല ഈശ്വരവിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തി, എന്നാൽ തെറ്റുകൾ ചെയ്യുന്ന നല്ല ഈശ്വരവിശ്വാസമുള്ളൊരു വ്യക്തി, മറ്റൊരാൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, അയാൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല, ഒന്നും, പക്ഷെ അയാൾക്ക് ഈശ്വരവിശ്വാസം ഇല്ല. ഇതിലാര് സ്വർഗത്തിൽ പോകും? ആര് സ്വർഗത്തിൽ പോകും?
സ്മൂത്തിയാണ്. നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയാണ്, പക്ഷെ എന്നാലും നിങ്ങൾ എങ്ങനെയാ ഒന്നിച്ചത്? അതായത് കല്യാണം എങ്ങനെയായിരുന്നു? അത് ലവ് സ്റ്റോറി എങ്ങനെയാ? കല്യാണം അത് ഇത് തന്നെ, അതായത് നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ആയിട്ടൊരു എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ അങ്ങനെ അവിടെ അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിവാഹം കഴിച്ചതാണ്. ഇപ്പോഴോ ഒന്നുമല്ല. അത്ര സിമ്പിൾ ആയിട്ട് പറയല്ലേ, പറ കാര്യം. അല്ല അങ്ങനെയല്ല, അല്ല വിവാഹം ഇത് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നുണ്ട്. അത് ഒരു വിവാദപരമായ വിഷയങ്ങൾ. എനിക്ക് പക്ഷെ ഫോട്ടോ ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഫോട്ടോ അതിനകത്ത് കാണിച്ചിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഒന്നും ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് പഴയ ഫോട്ടോ, വൈറ്റ് ഇട്ടിട്ടുള്ള. ഇട്ടിട്ടുള്ള. അത് ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ഫോട്ടോ അതാണ്. അതെ, അതാണ് ആ ഫോട്ടോ ഉള്ളത്. ഞങ്ങൾ അധികം കാലത്തെ പരിചയമൊന്നുമില്ല നമ്മൾ. പക്ഷെ എന്താ വെച്ചാൽ ഏട്ടനെ ഈ പറഞ്ഞ പോലെ കല്യാണം നോക്കുന്ന സമയമായിരുന്നു. പിന്നെ അധികം അമ്പലമായതുകൊണ്ട് തന്നെ നമ്മൾ അധികം വിഷയങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് അമ്പലത്തെയും ജോലിയൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത്. അതേനെ, അതാണ് വന്ന് അത് ഞാൻ പറയേ, പണ്ട് നമ്മുടെ ദേവരാഗ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അതൊക്കെ കാണുമ്പോൾ ഒരു നമ്പൂതിരിയെ കല്യാണം ഭയങ്കര, പക്ഷെ നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ അത് എത്തിപ്പെട്ടു എന്നുള്ളതാണ്, അതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വന്നാൽ അയാളുടെ സ്വഭാവത്തിനെ പറ്റി പഠിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ചൊക്കെ അയാൾക്ക് അനുഗുണമായിട്ട് മാറണം, അയാളും അതിനനുസരിച്ച് മാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം എന്തായാലും വേണ്ടി വരും. അത് നോർമലി മാറുമല്ലോ. നമ്മൾ ഈ ഇത്രയും നാളുകൾക്കിടയിൽ തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ശ്വേത ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ശ്വേതാ മാമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ശ്വേതാ മാമിന്റെ നമ്പർ കിടപ്പുണ്ട്, പക്ഷെ അതുണ്ടല്ലോന്നൊന്നും അറിയില്ല. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിളിച്ചാൽ അവര് എടുക്കുമായിരിക്കും, അല്ലെ അവര് ആ ഒരു റിലേഷനൊക്കെ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴികളും ഉണ്ട്. പക്ഷെ അവര് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി അവർ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു തിരക്കാണ്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോ ചിലപ്പോ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ വിളിക്കുമ്പോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സംഭവിക്കാത്തടത്തോളം കാലം. പുള്ളിക്കാരി നല്ല ഇതായിരുന്നു. നമ്മളെ ഫൈനലിലൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ പുള്ളിക്കാരി ഭയങ്കര സ്നേഹമാണ്. സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ പ്രവീണേന്ന് വിളിച്ച്, തിരുമേനി എവിടെയെന്ന് വിളിച്ച് ചോദിച്ച്, അപ്പൊ അത്രയും അവരുടെ മൈൻഡില് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പുള്ളിക്കാരി എന്നല്ല, ഏതൊരു വ്യക്തിയെ എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ്. അപ്പൊ നമ്മൾ അവനവന്റെ എല്ലാവരും തിരക്കുകളിലാകുമ്പോൾ നമ്മൾ അവര് ആവശ്യത്തിന് മാത്രം ഒരുപാട് റിലേഷന് നമ്മൾ വെറുതെ ഒരു വല്ലപ്പോഴും ഒരിക്കലും വിളിക്കുന്നത് ആ ഒരു റിലേഷൻ. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അന്ന് മുതലുള്ള കുറച്ച് പുറത്തുള്ള ഫ്രണ്ട്സ്. അവര് ഇപ്പോഴും ആ റിലേഷൻ അതേപോലെ അതേ സ്നേഹം ഇപ്പോഴും അവരൊക്കെ നമ്മളോടുണ്ട്. പക്ഷെ അവർ വല്ലപ്പോഴും ഒരിക്കൽ വിളിക്കുക അല്ലെങ്കിൽ ഒരു റീൽസിൽ കമന്റ് ഇടുകയോ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവര് നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ, അന്ന് പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ വന്ന് പിള്ളേർ അന്ന് പ്ലസ് ടു പോയ പിള്ളേർ മുഴുവൻ ഇപ്പോഴും അവർ പറയും ഞങ്ങൾ അന്നത്തെ ഒരു എന്റർടൈൻമെന്റ്, ഞങ്ങൾ അന്ന് കണ്ടോണ്ടിരുന്ന പ്രോഗ്രാം. അതെ, ഇപ്പോഴും അവരിപ്പോ പിള്ളേരൊക്കെ ആയി. അവരിപ്പോ നമുക്ക് കമന്റ്സ് ഇടുമ്പോ അവര് പറയും ഞങ്ങൾ അയ്യോ ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഇത്ര ആയോളോ ഞങ്ങള്. അതായത് അത് ഞാൻ ആദ്യമേ പറയണമെന്ന് ചോദിച്ചു, പിന്നെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് പോയത്. നിങ്ങൾ എങ്ങനെയാണോ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ തന്നെ എല്ലാരും പറയാത്. ഇപ്പൊ ഈ റീലില് വന്ന ഒരു കമന്റ് ആണ്, മകളെ വളർത്തുന്നതിനിടയിൽ സ്വന്തമായി വളരാൻ മറന്നുപോയ രണ്ടുപേരും. അത് അതെന്താന്നറിയില്ല. നമ്മള് നോർമലി ഞാനധികം വണ്ണം വെക്കുന്ന പ്രകൃതം അല്ല, നോർമലി അതുകൊണ്ടായിരിക്കാം. പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ടൊക്കെ അതിൻ്റെതായ കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെതാണ്. അല്ലാതെ വേറെ ഇതൊന്നും തോന്നില്ല. നമുക്കറിയാം നമുക്ക് പ്രായമായി എന്ന്. പക്ഷെ ചില സമയത്ത് ഞാൻ പറയും എനിക്ക് ഇതിന് ആ സമയത്ത് എനിക്ക് 24 വയസ്സ്. കല്യാണം കഴിയുന്നത് 24-25 വയസ്സിലാണ്. 27 വയസ്സ് 28 വയസ്സ് ആ ടൈമിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ ഒരു അതാ പറഞ്ഞ നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാര് ആ സമയത്ത് എന്നുള്ളത്. അന്നത്തെ എപ്പിസോഡൊക്കെ എടുത്തിരുന്ന് കാണാറുണ്ട്. ഇപ്പൊ
സത്യം ഇല്ല, പറഞ്ഞാ സത്യം പറഞ്ഞാൽ ഇല്ല. ഇല്ല എന്ന് ഞങ്ങൾക്ക് ഞാൻ പറയാൻ പറയും സത്യം, ഇന്നാണെങ്കിൽ ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല. പങ്കെടുക്കില്ല. ആ പ്രോഗ്രാം മോശമായതുകൊണ്ടല്ല. എനിക്ക് പറ്റില്ല, പറ്റില്ല, നമുക്ക് പറ്റില്ല. ഇന്നാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഇങ്ങനത്തെ പ്രോഗ്രാം പ്രോഗ്രാം മോശമായിട്ടില്ല, നമുക്ക് ഇന്ന് അത് കാണുമ്പോൾ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ അതെ അറിയുന്നത്, ആൾക്കാരെ ഇപ്പൊ അറിയുന്നത്. ഇവിടെ ഇന്റർവ്യൂവിന് വരുന്ന തന്നെ ആ പ്രോഗ്രാം പക്ഷെ ഇപ്പൊ നമുക്കത് ഞാൻ ആ പരിപാടിയുടെ വലിയ ഫാനായി. അല്ല, അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം നമ്മൾ ഏതൊരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് മനോരമ അവരൊരു ഓപ്പർച്യൂണിറ്റി തന്നാണ്. പക്ഷെ നമ്മുടെ ലൈഫായിട്ട് ആ ഓപ്പർച്യൂണിറ്റിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളത് മിസ്സാക്കി. അല്ല, അതാ പറയുന്നത്, നമ്മൾ അന്നത്തെ കാഴ്ചപ്പാടല്ല ഇന്നത്തെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ആ പ്രോഗ്രാം എടുത്ത് കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കും. ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ചാല് അന്ന് ഈ മഞ്ജുനും ഞാനുമായിട്ട് ഉള്ള ഇതില് വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു. അതെനിക്ക് ഭയങ്കര ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയായതല്ല, ഒരു സ്ത്രീ. അല്ല, അതിന്റെ അല്ല, ഞാൻ എന്താണോ എനിക്ക് ഞാനായിട്ടിരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും അവരായിട്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ അയാളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല. ഇപ്പൊ നിങ്ങള് അവരുടെ എല്ലാവരുടെയും വിചാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരെ വേറൊരാൾ ഒന്നും പറയാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റില് ചോദിക്കാനോ പറയാനോ പാടില്ല. അങ്ങനെ ഏറ്റവും ഒരു വിഷമം എന്ന് പറയുന്നത് ഇപ്പോഴും സത്യത്തിൽ മഞ്ജു ഞാൻ തമ്മിൽ ഒരു വിരോധം ഇല്ല. എപ്പോഴെങ്കിലും വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടല്ലോ. മഞ്ജുവിന്റെ ഫസ്റ്റ് സിനിമ മുന്തിരിവള്ളികൾ തളർത്തപ്പോൾ ആ സിനിമയില് മഞ്ജു ചെയ്ത ക്യാരക്ടറിനെ ഞാൻ വിളിച്ചിരുന്നു. മഞ്ജു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കാതിരിക്കാൻ ആ ഷോ നമ്മളെ സ്റ്റേജിൽ അത് കഴിഞ്ഞു. അത് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. റൂമുകളൊക്കെ അടുത്തടുത്താണ്. അല്ലാതെ ആ ഷോ കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കുന്നൊക്കെ ഒരുമിച്ചാണ്. ഈ ഷോക്ക് മുമ്പാണോ അല്ലെങ്കിൽ ഷോ ആ സമയത്താണോ രസം, അതോ അതിന്റെ ബാക്കിലാണോ? ബാക്കിലാണ് രസം. ഈ പറഞ്ഞാല് അതിന് മുന്നേ പ്രാക്ടീസ് സമയത്ത് ഈ പറഞ്ഞല്ല ഫുഡിങ് ഈ എപ്പിസോഡിന്റെ ഇത് കോമഡിയൊക്കെ വരുന്ന നമ്മൾ കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ അതിന്റെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ആ സമയത്താണ്. ആ ടൈമിൽ നമ്മൾ ലിമിറ്റഡ് ആണ്, നമുക്ക് ഇതേ പറയാവോ അല്ലെങ്കിൽ ഇതാണ് വിഷയം, അപ്പൊ അതനുസരിച്ച് സംസാരിക്കാവോ, അങ്ങനെ കുറെ ലിമിറ്റേഷൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളെ എല്ലാരെയും അറിയാം. അപ്പൊ അവരൊക്കെ അറിയാം നമ്മളൊക്കെ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും. പിന്നെ വേറെ കാര്യമുള്ള മനുഷ്യരുള്ള എല്ലായിടത്തും ഈ ഗോസിപ്പുകളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും. അതിലൊരു ഭംഗിയുണ്ട്. അതുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളെല്ലാ മനുഷ്യരും നല്ലതായ ഒരു സമൂഹം നോക്കി നമുക്ക് 2 ദിവസത്തിനകത്ത് മടുക്കും. ഇത് നല്ലവരും മോശമായ ആൾക്കാരും വികൃതിയുള്ളവരും വികൃതി ഇല്ലാത്തവരും കുറ്റം പറയുന്നവരും സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരും എല്ലാവരും ഉൾപ്പെടുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റാത്ത മണ്ടത്തരങ്ങളെന്നുള്ള ലെവലില് മണ്ടത്തരങ്ങളല്ല നമ്മളെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിനകത്തെന്ന് പറയുന്നത് ടാസ്ക്. അതെ, ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞ ടാസ്ക്, അതാണ് പ്രവീണ ഏറ്റവും ചെയ്യാത്ത കാര്യമാണ്. ചെയ്യാത്ത കാര്യം ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുമ്പോ ഫെയിലാവും, നോർമലി ഫെയിലായി. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം അത് ഒട്ടും പറ്റിയിട്ടില്ല. ഭൂപടം പോലെയായിരുന്നു, ഒട്ടും പറ്റില്ല. പക്ഷെ വിജയിച്ച 2 കാര്യങ്ങൾ ദോശ ഉപ്പുമാവ്. ഇത് അവരുടെ അത് നോർമലി അമ്പലത്തിലെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ്. പിന്നെ വീട്ടില് എനിക്ക് തോന്നിയിട്ടുള്ള നമ്പൂതിരിമായിട്ട് കൂടുതൽ ആൾക്കാരുടെ വീട്ടിലും ദോശ ഇഡ്ഡലി ഇഷ്ടം മിക്കപ്പോഴും. അതെ, അപ്പൊ അതിങ്ങനെ അത് എല്ലാവർക്കും ഇവരുടെ ഇതില് എനിക്ക് തോന്നിയ ആണുങ്ങൾ മിക്ക ആൾക്കാർക്കും ദോശയും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ദോശ ഉപ്മാവ് വന്നപ്പോഴാണ് ഓക്കെ. ചപ്പാത്തി വന്നപ്പോ ദോശ ഉപ്മാവ് വന്നപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. അതെ, അതൊരു ഭയങ്കര ഇതായിട്ട്. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് ഫോർമലി ഈ ശരിക്കും ആരാണ് ഇങ്ങനെ പുരുഷന്മാരെ ആക്കി തീർത്തത്? സ്ത്രീകൾ തന്നെയാണ്. ഇവർക്ക് പുരുഷന്മാര് പൊതുവെ മടിയന്മാരായി തീരുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ് അവരെ മടിയന്മാരാക്കുന്നത്.
ഒന്നും ചെയ്യിക്കാതിരുന്ന് അങ്ങനെ എല്ലാം ഞാൻ തന്നെ ചെയ്യിക്കാതിരുന്ന് ഭാര്യമാര് ചെയ്യിക്കാതിരുന്നല്ല. നേരത്തെ ഉണ്ടല്ലോ, അതായത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭാര്യമാര് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും പോയിരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം ഈക്വലി ബാലൻസ്ഡ് ആക്കാനായിട്ട് ഒരു എല്ലാരും ഒരേപോലെ ചെയ്യണം, നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അതുപോലെ ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് ബാലൻസ് എന്ന് പറയുമ്പോ അവരുടെ പ്രൊഫഷനും അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ രണ്ടുപേരും ഒരേ ടൈമിൽ പോകുന്നവരാണ്. ഇപ്പൊ രണ്ടുപേർക്കും 10 മണിക്ക് ഓഫീസിൽ കയറണം. അപ്പൊ അങ്ങനെയാണ് ഈ രണ്ടുപേരും ഒരേ സമയത്ത് എണീറ്റ് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പോയി ഒരേ ടൈമിൽ വരുമ്പം അവരൊക്കെ ഈക്വലി ചെയ്യാൻ ടൈം കിട്ടും. ഇതിപ്പോ നമുക്കെന്ന് പറയണത് അങ്ങനെയല്ല. നമ്മുടെ പ്രൊഫഷൻ ഏട്ടനീ പറഞ്ഞാൽ 4 മണിക്ക് എണീറ്റ് 4:30 ആകുമ്പോൾ പോകുന്നതാണ്. അപ്പൊ ഇതുപോലെ വീട്ടിലെ പകുതി പണി ചെയ്തിട്ട് പോവാമെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അവര് പോയിട്ട് വരുന്നത് 12 മണിക്കാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങള് നമുക്ക് താമസിച്ച് എണീറ്റാൽ മതി. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലേ. പിന്നെ നമുക്കെന്ന് പറയുന്നത് പകലെന്ന് പറയുന്ന ഒരു ഗ്യാപ്പില് ടൈം കുറച്ചായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ആ പകൽ ടൈം ഇത് ഇപ്പം ഇവര് വെറുതെ ഇരിക്കല്ലേ, ഇവർക്ക് ഇവരുടേതായ വായനയുണ്ട്, ഇവരുടേതായ കുറെ ബന്ധങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ അമ്പലമായതുകൊണ്ട് തന്നെ വീട്ടില് വരുമ്പോ ബാക്കി വീട്ടിലെ കാര്യത്തിനായിട്ട് ആളെയും കൊണ്ട് നിർബന്ധിക്കാൻ പറ്റില്ല. അത് വാങ്ങിച്ചിട്ടോ ഇത് വാങ്ങിച്ചിട്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ആ കാര്യങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് എല്ലാം ഞാൻ തന്നെ അവിടെയാണ് ശരിക്കും അതെ അത് ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ പോയേ പറ്റും. കുട്ടികളുടെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും ബാങ്കിങ് കാര്യങ്ങൾ എല്ലാം നമ്മള് കൺട്രോൾ ചെയ്താലേ പറ്റുള്ളൂ. ആള് വന്നിട്ട് 12 മണിക്ക് വന്നിട്ട് ഇതിന് പോയിട്ട് വന്ന് പറഞ്ഞ ആൾക്കാർ നോർമലി അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്ക് ബാലൻസ് ചെയ്ത്. പക്ഷെ അതിലൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നും കൊണ്ടല്ല, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ശരിക്ക് സ്വതന്ത്രമായിട്ട് വളരാനുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് എഞ്ചിനീയറാണ്, രണ്ടുപേരും എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഒരുമിച്ചൊരാശയത്തെ കൊണ്ടുവരാനും ആ ഒരുമിച്ച ആശയത്തിനോടൊപ്പം ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അതിലൊരു ഈഗോ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതേസമയം എൻ്റെ ഒരു ജോലിക്ക് വേണ്ട ആശയങ്ങൾ തരാനോ അല്ലെങ്കിൽ ആ ആശയങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യാനോ ഉള്ള സ്പേസ് പതുക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെയാണ് ഇവര് നമ്മുടെ എന്താണ് നമ്മുടെ ക്ഷേത്രം, അങ്ങനെ അതിൻ്റെ ആ കൺസെപ്റ്റ്, അതിൻ്റെ വിശ്വാസം, നമ്മുടെ കൾച്ചറൽ സ്പിരിച്വാലിറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തും വായിച്ചും ഒക്കെ പതുക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത്. അല്ല പിന്നെ നമ്മളിലേക്ക് വരുന്ന വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓരോ അപ്പൊ നമ്മള് നോർമലി ഞാൻ ഈ പറഞ്ഞ പത്രം പോലും വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും ഒരു മാറി വരിക എന്ന് പറയുന്നത് നമ്മളെ കൂടെയുള്ള ആളിന്റെ ഒരു ഇത് തന്നെയാണ്. ഒരുപാട് അങ്ങനത്തെ ഒരുപാട് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം നിൽക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളാ ഈ പറഞ്ഞ യാത്രകൾ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഒരിക്കലും കിട്ടും, നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടനുസരിച്ച് നമുക്ക് ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ കേദാർ ബദരിയൊക്കെ? അത് പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് പോയിരുന്നു കേദാർ. അതിലൊക്കെ ഒരു ഉള്ളില് അതെ ശരിക്കും പറഞ്ഞാൽ ആ യാത്ര പോയി വന്നതിന് ശേഷമാണ് കൂടുതലും സ്പിരിച്വലായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞ് ഇപ്പൊ കുംഭമേളക്ക് പോയി. കുംഭമേള കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഈ കാശ്മീർ യാത്ര പോയത്. അല്ലെങ്കിൽ മധുര, തിരുവണ്ണാമല ഇവിടങ്ങളിലൊക്കെ ഞങ്ങള് ബുള്ളറ്റിൽ പോയി. എല്ലാം വേറൊരു എക്സ്പീരിയൻസ്. അതും ഞങ്ങൾ മോനെയും കൊണ്ടാണ്. ലാലേട്ടനെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അതെ, ലാലേട്ടനെ കാണാൻ ഈ ചെലവല്ലോസ് യാത്ര കഴിഞ്ഞു വന്നിട്ട് ആ ഒരു കഴിഞ്ഞ് വന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ലാലേട്ടന്റെ സ്വീകരണം പോലെ എറണാകുളത്ത് വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. തിരുവണ്ണാമല യാത്ര പോയി തിരുവണ്ണാമല യാത്ര വേണം. തിരിച്ചു വരുമ്പോ മഴ ഭയങ്കര രസകരമായൊരു സംഭവമാണ്. ഇത് ഞങ്ങള് 4 ദിവസത്തേക്കാനുള്ള യാത്രയാണ് പ്ലാൻ ചെയ്തത്. ഈ 4 ദിവസത്തേക്ക് യാത്ര ഇപ്പൊ 4 ദിവസം അമ്പലത്തിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോ അതിന് പകരം അവിടെ ഒരു ആളെ ഏർപ്പാടാക്കണം. ഇദ്ദേഹത്തിന് 4 ദിവസത്തേക്കേ പറഞ്ഞിട്ടുള്ളൂ. 5-ാമത്തെ ദിവസം രാവിലെ അമ്പലം തുറക്കാൻ ഞാനവിടെ ഉണ്ടാവണം. അപ്പോ രാത്രി 11:30 ഞാൻ മധുരയിൽ നിൽക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് എത്തണം. മധുരയിൽ നിൽക്കാൻ അത്ര മഴ, ഒരു രക്ഷയില്ല. മോനുണ്ട് ഫ്രണ്ട്. അപ്പൊ ഈ ബുള്ളറ്റില് മോൻ
ആ മഴ മുഴുവൻ ഞാൻ നനയുകയാണ്. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്തു. ഫ്രണ്ടില് മഴയെന്ന് വെച്ചാല് നമ്മള് വെറുതെ നനഞ്ഞു വരില്ല. ആ മഴയത്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല. തണുപ്പ് അത്ര തണുപ്പിലാണ് മഴ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈവേ, ഈ മധുര ഹൈവേയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആരും ഇല്ല രാത്രിയില്. ഒരു വണ്ടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ 3 പേര് മാത്രം. അപ്പോൾ പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ എത്തുകയും വേണം. ഞാൻ 10:30-11 മണിക്ക് ദൈവാധീനത്തിന് മധുരയിൽ എത്തുന്നതിന് 50 കിലോമീറ്റർ ഇപ്പുറത്തെ ഒരു ഹോട്ടലാണ്. ഹൈവേ സൈഡിൽ. അവിടെ നിന്ന് ഹോട്ടൽ അധികം ഇല്ല. ആ ഹൈവേ സൈഡിൽ ഇപ്പോഴൊക്കെ പിന്നെ ഉണ്ട്, പക്ഷെ ആ ടൈമിൽ കുറച്ചുകൂടെ ഹോട്ടൽ കുറവാ. അവിടെ റൂം എടുത്തു. പിറ്റേ ദിവസത്തേക്ക് അമ്പലത്തിലേക്ക് ആളില്ല. അമ്പലം തുറക്കാൻ ആളില്ല. ഇതൊരു ദേവസ്വം ജോലിയാണ് നമുക്കൊരു. അപ്പൊ അത് നമ്മളെ ചെന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെതായ നടപടിയോ മറ്റുള്ള ഇത് ഭയങ്കര വിഷയമാണ്. റൂം എടുത്തിട്ട് ഞാനിങ്ങനെ ആലോചിക്കണേ എങ്ങനെ അമ്പലം. എന്നിട്ട് ഞാൻ താഴെ റിസപ്ഷനിൽ വന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? കാറിൽ പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? കാറിൽ പോവുകയാണെങ്കിൽ അവർ പറഞ്ഞൊരു 6 മണിക്കൂർ വെളുപ്പിനെ എത്തിയ 4. എനിക്ക് അതെ, എനിക്ക് 4:30 ആകുമ്പോൾ അമ്പലത്തിലെത്തണം. 4:30ക്ക് എനിക്ക് 5 മണിക്ക് തുറക്കണം. അപ്പം 4:30 ആകുമ്പോൾ എനിക്ക് തിരുവനന്തപുരം എത്തണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ റിസപ്ഷനിൽ വരുന്ന ഒരാൾ, റിസപ്ഷനിസ്റ്റ്, അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഡ്രൈവർ, ഒരു പയ്യൻ. അവനെ വിളിച്ച് ഞങ്ങൾ ഇവിടുന്ന് കാറിൽ ബുള്ളറ്റ് ആ ഹോട്ടലിൽ വെച്ചിട്ട്, മധുരയിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവനും ഇവളെയും കൊണ്ട് കാറിൽ തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ തലേ ദിവസം അമ്പലത്തിലെ ഉദ്യോഗസ്ഥനെ വിളിച്ച്, സാർ നാളെ എൻ്റെ കയ്യിൽ ആളില്ല, എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോണം, കാരണം ഞാൻ എത്താൻ സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ഇത് ഇരുന്ന് പിറ്റേ ദിവസം അപ്പം അവിടെ ജീവനക്കാർ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം രാവിലെ 4:30 ആയപ്പം ഞാൻ തിരുവനന്തപുരത്ത് എത്തി. കൃത്യം 4:20 ആയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ നല്ല അടിച്ച് മിന്നിച്ചാണ് വിട്ടത്. 4:20 ഒക്കെ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെത്തി. ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കട കയറിയപ്പോൾ അവിടെ രാവിലെ 4:30ക്ക് ഫ്രണ്ട് വാതിൽ തുറക്കാനുള്ള കഴാക്കാരനോട് ചായ കുടിച്ചോണ്ടിരിക്കും. അവൻ അത്ഭുതം. ഞാൻ തിരുവനന്തപുരം തലേ ദിവസം 11:30ക്ക് മധുരയിലേക്ക് ആള് 4:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. എന്നിട്ട് അന്നത്തെ പൂജ കഴിഞ്ഞിട്ട് അതേ കാറിൽ ടാക്സി വിട്ടില്ല, ഞങ്ങൾ ബുള്ളറ്റ് അവിടെ ഇരിക്കുമല്ലേ, മധുര ഇരിക്കുകയാണ്. രണ്ടുപേരും കൂടി പോയാ പിന്നെ മോനെ വീട്ടിലാക്കിയിട്ട്, മോള് വലുതായതുകൊണ്ട് തന്നെ മോളിപ്പോ നമ്മളോട് അധികം അങ്ങനെ യാത്രയ്ക്ക് വരാറില്ല. അപ്പൊ മോനെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് ഈ പൂജ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ആളെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇതേ കാറിൽ മധുരയ്ക്ക് പോയി. എന്നിട്ട് അതും പോട്ടെ, മധുരയില് അന്ന് വൈകുന്നേരം 7 മണി ആയപ്പോ എത്തി. 7 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്ന കന്യാകുമാരി എത്തിയപ്പോ വീണ്ടും ഇതേപോലെ മഴ. ഈ പിറ്റേ ദിവസം ഇതേ 4:45 സമയത്താണ് ഞങ്ങൾ ബുള്ളറ്റും കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. പക്ഷെ മഴയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പെയ്യുമ്പോൾ മഴയല്ല, ഇത് നമുക്കൊരു രക്ഷയില്ലാത്ത മഴ. നമ്മൾ എത്ര കോട്ടിട്ടാലും നമുക്ക് വണ്ടി ഓടിക്കാൻ. അതായത് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാല്, നിങ്ങൾ പോയ റൂട്ടിൽ കൂടെ അതേ റൂട്ടിൽ തിരിച്ചു വരാം, അങ്ങനെ നോക്കിട്ടാ പോകുന്നത്. നമ്മള് പോകുന്നത് അതെ, നമ്മള് പോകുന്ന ഒരു റൂട്ടിൽ കൂടെ പോയിട്ട് ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും. ആക്ച്വലി ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയം മുതൽ ഇറങ്ങിയ സമയം മുതൽ മഴ ചതിച്ചു ഞങ്ങൾ. അതാണ് നമ്മളെ ടൈം മുഴുവൻ. നമ്മൾ നേരെ മധുരയ്ക്ക് വിടേണ്ട നമ്മള് ഫസ്റ്റ് ഇവിടെ നിന്ന് പോയപ്പോ തന്നെ കന്യാകുമാരിയിൽ സ്റ്റേ ആയി. അപ്പൊ ആ ഒരു ഡേ പോയി. അപ്പൊ അങ്ങനെ നമ്മുടെ ദിവസം പോയപ്പോ തന്നെ നമ്മുടെ പ്ലാൻ മുഴുവൻ ഫുള്ളും ചീറ്റിപ്പോയി. നമ്മുടെ ഏറ്റവും കൂടുതൽ ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഇതാണ്, ബുള്ളറ്റ് യാത്ര. അതെ, അത് ഏകദേശം 18 ദിവസം എടുത്തു. 18 ദിവസം എടുത്തു. പക്ഷെ അതിലൊക്കെ ഞങ്ങളുടെ ഈശ്വരൻ മഴയില്ലായിരുന്നു, ഭയങ്കരമായിട്ട് മഴയില്ലായിരുന്നു. ആ ഒരു ജൂൺ മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം മഞ്ഞ് കാണാൻ പറ്റിയില്ല എന്നുള്ളത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ രാമാനന്ദ് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. ഇപ്പൊ രാമാനന്ദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അപ്പൊ അന്ന് പെഹൽഗാമിൽ 26 പേര് മരിച്ചില്ലേ. അപ്പം രാമാനന്ദ് പോസ്റ്റ് ഇടാണ്, നിങ്ങളുടെ ആർക്കൊക്കെ എന്റെ കൂടെ കാശ്മീർ വരെ വരാം, പാകിസ്ഥാൻ ബോർഡർ വരെ. ഞങ്ങള് അതേ ഭയങ്കര രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 2 ആഴ്ച മുമ്പ് നമുക്ക് 2 പേർ കൂടെ ബുള്ളറ്റില് ഇവിടെ നിന്ന് കാശ്മീർ വരെ പോകണം.
പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകും, നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. രാത്രി റൂട്ടുകളൊക്കെ ഭയങ്കര വിഷയമാണ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോഴാണ് രാമാനന്ദ് ഈ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വരാം എന്ന് ഞങ്ങളപ്പോൾ തന്നെ ബുക്ക് വരാമെന്നുള്ള തീരുമാനമായി. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞു പഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്ക് കറക്റ്റ് ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് 51ാമത്തെ ദിവസം ഞങ്ങൾ കറക്റ്റ് ആ ശാരദാപീഠം എന്നുള്ള ലക്ഷ്യത്തിലാണ് പോയത് പാകിസ്ഥാൻ. അല്ല, അതിന്റെ ഒരു കൺസെപ്റ്റ് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്ന ആ സമയത്ത്. രാമാനന്ദിന്റെ ഇതെന്ന് പറയുന്നത്, രാമാനന്ദ് ഭയങ്കര സ്പിരിച്വലി ഭയങ്കര നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഇത് നമ്മുടെ കത്തനാറിന്റെ റൈറ്റ് ട്രാവല്, പുള്ളി സ്പിരിച്വലി ഭയങ്കര നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ കൺസെപ്റ്റാണ്, പുള്ളിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. പുള്ളി ഇവിടുന്ന് കൺസെപ്റ്റാണ് ശങ്കരാചാര്യ യാത്ര ചെയ്ത ആ റൂട്ട് ശാരദ. അതായത് ഇവിടുന്ന് ആലുവ കാലടി നിന്നാണ് യാത്ര തുടങ്ങിയത്. പിന്നെ കാശ്മീർ ശാരദാപീഠം വരെ ആ യാത്ര നമ്മൾ ഒന്നും പറയാനില്ല, മറക്കാൻ പറ്റാത്ത അത്രയും ഡേഞ്ചർ സോണിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ശരിക്കും ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ് നമുക്ക്. പിന്നെ ഈ ഒരു ഇതെന്താ വെച്ചാ, ഈ രാമാനന്ദ് ഭയങ്കര കൂളായ മനുഷ്യനാണ്, ഭയങ്കര പുള്ളി ഫ്രണ്ടേ പോകുന്നുണ്ട്, നമ്മൾ പോവാണ്. നമ്മള് ഇവിടെയൊക്കെ ചെല്ലുന്ന പിന്നെ രാമാനന്ദിന്റെ ഒരു പ്രത്യേകത, പുള്ളി ഇത് ഉപയോഗിക്കില്ല, മാപ്പ് ഉപയോഗിക്കില്ല. പുള്ളി ഫസ്റ്റ് എടുക്കും, നോക്കും, പിന്നെ മാപ്പ് ഉപയോഗിക്കില്ല. പുള്ളി അങ്ങ് പോവാണ്. നമ്മളൊക്കെ ഗൂഗിള് മാപ്പ് നോക്കിയാണ് പുള്ളി ഭയങ്കര പുള്ളി അങ്ങ് പോകും. എന്നിട്ട് ഞങ്ങള് കുബ്ബാരയൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളെ കൂടെ സേഫ്റ്റിക്ക് ആർമി എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വരുന്ന ആർമി സെക്യൂരിറ്റി വണ്ടിയിലാണ് അവരൊക്കെ, നമ്മൾ ഈ ബുള്ളറ്റിലാണ് നമ്മൾ. രാമാനന്ദ് ഇന്റർവ്യൂ പറഞ്ഞ പോലെ വഴി ഒരുപാട് തെറ്റി, ഒരുപാട് വഴി തെറ്റിയവരാണ് ശരിക്കും ഇന്ത്യ കണ്ടിട്ടുള്ളത്. ഇനി എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ? ഇനി ഈ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം പ്ലാനൊക്കെ മുൻകൂട്ടി പെട്ടെന്നാണ്. പ്രഖ്യാപനം എന്ന് പറയുന്നത്, പക്ഷെ ഇനി നമുക്കൊരു കൺസെപ്റ്റ്, ഇനി നമ്മുടെ ഒരു യാത്ര എന്ന് പറയുന്നത് കൈലാസം ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു യാത്രയ്ക്കായിട്ട്. ഭയങ്കരമായിട്ട് ഈ പറയുന്നുള്ള ഈ പ്രായത്തിൽ ആഗ്രഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ തോന്നുന്നു. അല്ലെ, വേറൊരു കാര്യമുണ്ട്, ഓരോ ഇതിന്റെ ഒരു എന്താണെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് നമ്മൾ അതിയായി ആഗ്രഹിച്ചതിനെ കൊണ്ടുതരും എന്ന് പറയുന്ന പോലെയാണ്. അത് ഭയങ്കര നമ്മള് ഇപ്പൊ ഓരോരുത്തര് എല്ലാരും ആഗ്രഹിക്കും, ഇപ്പൊ എല്ലാരും പോകുന്നു മലേഷ്യ അത് ഇത്, അവരൊക്കെ നോർമലി അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മളിലേക്ക് വരുന്നില്ല. അങ്ങനത്തെ ഒരു ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല. ഞാൻ എപ്പോഴും പറയും, എനിക്ക് അമേരിക്ക പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഇന്ത്യയിലെ എല്ലാം ഭാരതം മുഴുവൻ കാണണമെന്നും ഈ പറഞ്ഞ അത് ഭയങ്കര ആഗ്രഹമാണ്. അത് മുഴുവൻ കാണണം. അവിടുത്തെ ഇന്നലെ കൂടി ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ കാര്യം പറയണു. പുള്ളിക്കാരൻ ഏറ്റവും സഞ്ചരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം കാശിയിലൊക്കെ പോയി, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞു ഇപ്പോഴും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭാരതമാണ് പുള്ളി പറഞ്ഞത്. അല്ലെ, ഈ കുംഭമേളയുടെ സ്പിരിച്വൽ ഇതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ പോയത്. നമ്മള് പല കാര്യങ്ങളുണ്ട്. ഒരു എന്താ പറയുന്നത്, ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം, പിന്നെ നമ്മൾ ഏറ്റവും പവിത്രമായിട്ട് കരുതുന്ന ഒരു ദേശം അല്ലെങ്കിൽ ഒരു, അപ്പം അതിനോടനുബന്ധിച്ചാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഈ കുംഭമേളക്ക് നമ്മൾ മനസ്സിലുണ്ട് പോണം, പക്ഷെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, നമ്മളെങ്ങനെ പോകുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും ഇതുപോലെ യാദർശികമായിട്ട് പോകുന്നു. ഞങ്ങൾ എന്നിട്ടും ടിക്കറ്റ് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്ത് വച്ചു, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്നുള്ള രീതിക്ക് ബുക്ക് ചെയ്ത് വെച്ചു. പക്ഷെ അപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. ഈ ഒരു മാസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. ട്രെയിനിൽ തീർന്ന് അതല്ലേ, അതൊക്കെ കോമഡി. ഇപ്പൊ ഞങ്ങള് ഒരാഴ്ച മുന്നേ പൈസ ശരിയാ പോവാം എന്നുള്ള തീരുമാനം. അത് എപ്പോഴാണെന്നറിയാമോ, നമ്മളിവിടുന്ന് അതൊക്കെ ഒരു വിധിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നാരോലിനാണ് ട്രെയിൻ ഫസ്റ്റ് സ്പെഷ്യൽ നാരോലിലേക്കുള്ള ട്രെയിനിന് തിരുവനന്തപുരത്ത് നിന്ന് ഇരിക്കുമ്പോഴാണ് ബുക്ക് ചെയ്തത്. മെസ്സേജ് വരികയാണ്
ക്യാൻസൽ Cancel ആയി. ആയി അപ്പൊ ടിക്കറ്റ് ഇല്ല, ഒന്നും ടിക്കറ്റ് ഇല്ല. അപ്പൊ ഞാൻ ഇതിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ അപ്പോഴും തന്നെ ഇരുന്ന് പിന്നെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ ചിലപ്പോ സീറ്റ് ഉണ്ടെങ്കിൽ കാണിക്കുമല്ലോ, ആ സ്പോട്ടില് പകുതി വരെ സീറ്റ് കിട്ടി. അല്ല പകുതി അങ്ങോട്ടാണ്. അങ്ങോട്ട് അല്ലല്ല, പകുതി വരെ ഇവിടുന്നല്ല. ഇവിടെ നിന്ന് പകുതി വരെ സീറ്റ് കിട്ടി. പകുതി വരെ സീറ്റ് കിട്ടി. അപ്പൊ നമ്മൾ ആ ധൈര്യത്തില് നോക്കിയപ്പോ 2 ദിവസം എടുക്കാന്ന് പറഞ്ഞു. എന്ത് പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് എടുത്തിട്ട് TTR വന്നപ്പോ അകത്ത് കയറിയിട്ടില്ല. പുറത്തേക്ക് എല്ലാരും അപ്പൊ നോക്കിയപ്പോ എല്ലാരും മലയാളികൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അല്ല ഈ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബോയ്ക്ക് കംപ്ലീറ്റ് മലയാളികളാണ്. അതല്ല, പുറത്ത് മലയാളികൾ നിപ്പുണ്ട്. TTR വന്നപ്പോ മലയാളികൾ ചോദിച്ചപ്പോ നമ്മളെങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ റിസ്ക് ആണ് എടുക്കുന്നത്, ഈ കുട്ടിയെ കൊണ്ടൊന്നും സീറ്റ് ഇല്ലാതെ നമ്മരെ പോകാൻ പറ്റില്ല, ടിക്കറ്റ് എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞു. TTR വന്നപ്പോ TTR-നെ കാണിച്ചു. TTR ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു, റിസ്ക് ആണ്, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്കിൽ പിന്നെ നോക്ക്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ലോക്കൽ ടിക്കറ്റും കൂടെ അങ്ങോരെ ഉള്ളത് എടുത്തു വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി എടുത്തു വെച്ചിട്ട് ഞങ്ങൾ കയറിയപ്പോ എന്താ, ഈ ബോഗി മുഴുക്ക മലയാളികളാണ്. അപ്പൊ എല്ലാവരുടെയും വിഷയം ഇത് തന്നെയാണ്, എല്ലാവർക്കും ഒരുമിച്ച് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇപ്പൊ നമ്മൾ ശരിക്കും AC കോച്ചാണ്. അപ്പൊ തന്നെ തറയിൽ അത്യാവശ്യം നമുക്ക് നീറ്റായിട്ടാണെങ്കിൽ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ പാകമാണ്. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങ് വരെയും ഈ കുട്ടിയെ കൊണ്ട് അല്ലല്ലേ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, വാരണാസി ഈ നമ്മൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തുനിന്ന് വാരണാസിക്ക് ഈ കാശിക്ക് ഒരു 3-3.5 മണിക്കൂർ 3 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ പ്ലാനില് ശരിക്കും കാശി ഇല്ലായിരുന്നു. പ്രയാഗ് 2 ദിവസമാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ പ്രയാഗില് നമ്മുടെ ആ ത്രിവേണി സ്നാനം എന്ന് പറയുന്ന നമ്മുടെ പ്ലാൻ 1 ദിവസം കൊണ്ട് തന്നെ അത് ഇത് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വെളുപ്പിനെ എത്തിയതുകൊണ്ട് തന്നെ രാത്രി തലേദിവസം രാത്രി എത്തിയതുകൊണ്ട് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളൊരു ആശ്രമത്തിലായിരുന്നു അവിടെ തങ്ങിയത്. അപ്പം പുള്ളിനെ പറഞ്ഞു, നിങ്ങൾ വാരണാസി പോകുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എങ്ങനെ പോവും? അപ്പൊ ഉച്ചയ്ക്ക് ഒരു വന്ദേ ഭാരത് ഉണ്ട്, നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ സ്നാനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇങ്ങനെ വന്ദേ ഭാരത് ടിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. എല്ലാം ഈശ്വരാധീനമാണ്. ആ ടിക്കറ്റ് കിട്ടി. രാത്രി അവിടെ നിന്ന് കാശിന്ന് നേരെ പ്രയാഗിന്ന് നേരെ വാരണാസിൽ ഇറങ്ങി. ഒന്നുമില്ല. നോക്കിയപ്പോ അവിടെ ഫുള്ള് റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് അവിടെ ഒന്നും ഒരു സ്ഥലം ഇല്ല. റെയിൽവേ സ്റ്റേഷന്റെ വെളിയില് ഞങ്ങള് ആൾക്കാർ കിടക്കുന്നുണ്ട്. അവിടെ ഞങ്ങളൊരു പുറത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തപ്പോ ഞങ്ങള് അകത്ത് സ്ഥലമില്ല. ഷീറ്റ് വിരിച്ചെങ്കിലും രാവിലെ നേരം വെളുക്കണവരെ കിടക്ക എവിടെയെങ്കിലും സ്ഥലം വേണ്ടേ? അപ്പൊ അകത്തൊന്നും സ്ഥലമില്ല. റൂം അവിടെ അടുത്തൊന്നും കിട്ടാനുമില്ല. ഭയങ്കര റഷ് ആ സമയത്ത്. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ നോക്കുമ്പോ എല്ലാരും ഷീറ്റ് വിരിച്ചു. ഞാൻ പറഞ്ഞു, പ്രവീണേട്ടാ അതാണ്ട് എല്ലാരും വിളിച്ചിട്ട് നമുക്കും കിടക്കാം. ഒരു കാര്യം നമ്മുടെ ഭയങ്കര ഞങ്ങൾ അവിടെ ഷീറ്റ് വിരിച്ച് ഞങ്ങൾ ഇതുപോലെ എല്ലാ മാനം കണ്ടോണ്ട് നമ്മൾ കിടന്നു. രാവിലെ കുറെ പേര് ഇങ്ങനെ ക്ലിനിക്ക് നമ്മളെല്ലാം അപ്പോഴത്തേക്കും ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഞാൻ ഇങ്ങനെ കാശി വേറൊരു നമ്മൾ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ എല്ലാ അഹങ്കാരങ്ങളുടെയും അവസാനമാണ് കാശി. നമ്മള് ഞാൻ ഏത് പദവിയിലെത്തി എന്നോ ഇത്രയും ഉയരത്തിലെത്തി, ഇതൊന്നും അവിടെ ആ ഒരു സ്പേസിൽ നിങ്ങളൊന്നുമല്ല. വെറും ശരിക്കും ഞങ്ങള് പറഞ്ഞ പോലെ കാശി കണ്ടോന്ന് ചോദിച്ചാ കണ്ടു, ഇല്ലേന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ കാശിയിൽ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കാശി വിശ്വനാഥനെ തൊഴുതു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രദോഷമായിരുന്നു. ഗംഗാരതി ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഗംഗാരതി കണ്ടു. അതൊക്കെ ഭയങ്കര അനുഗ്രഹം. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് തൊഴാൻ കയറാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ പൂജ കഴിക്കുന്നത് ശിവന്റെ അമ്പലത്തിലാണ് പൂജ കഴിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം നിശ്ചയിച്ച ഇതല്ല, എല്ലാം അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രകാരം നടക്കുള്ളൂ. നമ്മള് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. ഇനിയും കുറെ കാര്യങ്ങൾ എന്താ പറയാ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ സ്ഥലങ്ങൾ പോവാനുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ചെറിയതായിട്ടാണെങ്കിലും വ്ലോഗ് പോലെ കുറച്ചൊന്ന് ഇൻസ്റ്റ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് അത് എല്ലാരും പ്രതീക്ഷിക്കും. അത് ഒരുപാട് പേര് പറയുന്നത്. അതിന്റെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ടൈം തന്നെയാണ്. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഈ പൈസ എന്നുള്ള സംഭവം. അപ്പൊ നമ്മള് ചെയ്ത യാത്രകൾക്കൊന്നും ചുരുക്കം പറഞ്ഞാൽ നമ്മള് ഈ സമ്പാദ്യം എന്ന് പറയുന്നതിലുപരി നമ്മൾ ആ യാത്രകളെ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള യാത്രകൾക്കും പക്ഷെ അത് നടക്കും, എല്ലാം നടക്കട്ടെ.
അപ്പൊ നിങ്ങളെല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ കാണാനും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അപ്പോഴാണല്ലോ നമുക്കൊന്ന് കാണാൻ പറ്റുക. അപ്പൊ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിലുണ്ടല്ലോ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, യാത്രകളുടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അതെ, ഇതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ യാത്രകളുടെ ഒക്കെ ഇടുമ്പോ നമുക്ക് മോളുടെ തന്നെ, മോള് ഇപ്പൊ ഇത്രയും വർഷമായി, ഇപ്പൊ മോള് കൂടുതൽ നമ്മളിലേക്ക് നമ്മുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന നമുക്ക് ആ ഒരു ഇതല്ലല്ലോ, അവരുടെ പ്രായമായിട്ട് ഇത്. പിന്നെ അല്ല, അവർക്ക് ഈ വേറൊരു കാര്യമുണ്ട്, അവൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മള് അവര് നമ്മുടെ യാത്രകളിൽ ഒരിക്കലും അവര് നോ എന്ന് പറഞ്ഞിട്ടില്ല. അതെ, അവള് വാശി പിടിക്കുകയോ അങ്ങനെ ഒരു ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. പലരും ചോദിക്കുന്നില്ല, പലരും മോളെ ഇതെല്ലാം കാണുന്നില്ല. അപ്പം ചിലരുടെയൊക്കെ അല്ല, അത് പറയും, മോളും പറയും അന്നത്തെ ആൾക്കാർക്ക് അറിയാവുന്ന മോള് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ മോനുണ്ടോന്ന് അറിയില്ല. ഇപ്പോഴും മോനുള്ള ആൾക്കാരെ കാണുന്നവർ വിചാരിക്കുന്നത് മോളുണ്ടെന്ന് അറിയില്ല, നമുക്കൊരു മോൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവനിപ്പോ ഇത്രേ ആയുള്ളൂ. അപ്പൊ അത്രയും ഡിഫറൻസ്. മോളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മോളും ഞാനുമായിട്ടുള്ള ഒരു കണക്ഷൻ വേറെ ഒരു തലത്തിലാണ്. അതാണ് ഇവര് എന്താണോ ഞാനൊരു ഒരു സ്ത്രീക്ക് നമ്മുടെ എന്താണ് അവരുടെ ഒരു സ്വാതന്ത്ര്യം, ഒരു വിദ്യാഭ്യാസം, അതൊക്കെ കൊടുത്തിരിക്കുന്ന സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായ രീതികളിൽ ഇത് ചെയ്യാനും എല്ലായ്പ്പോഴും മോളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം അതിനെ റെസ്പോൺസിബിളായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവളതനുസരിച്ച് തന്നെയാ പോകുന്നത്. അങ്ങനെ യാത്രകളിൽ അവളെ ആദ്യം ഉള്ള യാത്രകളിലൊക്കെ അവളുണ്ടായിരുന്നു. പിന്നെ ഈ രണ്ട് ഇഷ്ടങ്ങളാണ്. അവളുടെ ഇഷ്ടങ്ങള് അവളീ പറഞ്ഞ പോലെ പിന്നെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോകുന്ന പ്രായം കഴിഞ്ഞു. കാറ് എന്ന് പറയുന്നൊക്കെ പിന്നെ എടുത്തതാണ്. കാറിൽ അത്രയും യാത്ര ചെയ്യാൻ നമുക്ക് കാറിൽ പോകുന്ന യാത്രകളും ബൈക്കിൽ പോകുന്ന യാത്രകളും. അതെ, ഞാൻ എന്തെങ്കിലും ഒരു റീൽ തന്നെ ഇട്ടിട്ടുണ്ട്, ബൈക്കിൽ പോകുന്ന യാത്രകൾ വേറെ യാത്രയാണ്. ഇപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ ശാന്തിക്കാരിൽ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഒരു കൺസെപ്റ്റ്, ഈവൻ നമ്മുടെ മൂകാംബികയിലെ തന്ത്രി ഒരു പുള്ളിയുടെ ഇന്റർവ്യൂ ഉണ്ട്. പുള്ളി കടല് കടക്കുന്നത് മൂകാംബികയിലെ ശാന്തിക്കാർക്ക് അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുള്ളി കടല് കടക്കാതിരിക്കാൻ ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ഇവിടെ ആലുവയിൽ തന്നെ ഉള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളി ഓട്ടോയിലാണ്, നമ്പൂരിയ, നമ്മളെ ശാന്തി പൂജ കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പലപ്പോഴും വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ശാന്തിക്കാരെ അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള ശാന്തിക്കാരെ ഒരുപാട് പേരുണ്ട്. അതിലൊന്നും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ള. യാത്ര ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.